കെട്ടിയമാരെ മാല ഗിഫ്റ്റ് തന്നാൽ അത് ഇട്ടുകൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ് മക്കളെ. അപ്പം റെഡിയായി പോവുകയാണ്. ചായ കുടിക്കണം. ആ ഉടമ്പൻ്റെ ബാഗിലുണ്ട്. ആ ബാഗോട് കെട്ടാൽ മതി. അപ്പം അങ്ങനെയാണ്. നല്ല അടിച്ചാമ്പുളി മഴയുണ്ട്. വീഡിയോ എടുത്താലായി, എടുത്തില്ലെങ്കിലായി. അങ്ങനെയാണ്. നല്ല പോട്ടെ. അരണേ അങ്ങനെ അങ്ങനെ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോപ്കോൺ അല്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മഴ കുറവുണ്ട്. വിചാരിച്ചു നല്ല മഴയായിരിക്കുമെന്ന്. മഴ കുറവുണ്ട്. മേക്കപ്പ് ഇപ്പോൾ കുറച്ച് കൂടി പോയോ ചേട്ടാ? എന്നിട്ട് കമ്മലെല്ലാം അടിപൊളി കമ്മലുണ്ടായിരുന്നു. 300 രൂപ ബ്ലാക്കിന്. ഇല്ലല്ലോ ഇല്ലല്ലോ. അതല്ലല്ലോ, എനിക്കറിയില്ലല്ലോ, ഞാൻ വീട്ടിൽ കണ്ടില്ലല്ലോ. അതാണ് പെൻഡിങ്ങായി. വേറെ ഞളക്കേസ്. അപ്പം അങ്ങനെയാണ്. ബൈ പറ. അങ്ങനെ ഏട്ടത്തിൻ്റെ മോൻ വന്നിട്ട് എൻ്റെ പഴയ മാലയും എൻ്റെ 3 വളയും കൊണ്ടു തന്നു. വള ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ കയ്യിലല്ല, എൻ്റെ ഉമ്മാൻ്റെ കൈമേലാണ് ഉണ്ടാവാറ്. എനിക്ക് ഈ കല്യാണ പെണ്ണുങ്ങളെ പോയി കുറച്ച് കാലം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ പറഞ്ഞിട്ട് ഈ കല്യാണ പെണ്ണുങ്ങളെ മാതിരി മറ്റേ ഇങ്ങനെ കൈ നിറയെ വളയൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വന്നാൽ നമുക്ക് ഒരു കൈക്ക് ഗോൾഡ് നിറയെ വള വേണ്ടേ എന്നുള്ളൊരു രീതിയിൽ എടുത്തൊരു സംഭവമാണ്. ഇതൊന്ന് ഇട്ട് നോക്കട്ടെ. അങ്ങനെ കയ്യിലിട്ടു. എനിക്കൊരു കൂട്ടുകാരി ഉണ്ട്. അവളിങ്ങനെ പറയും, ജെസ്സി ഒരു കൈമല് ഗോൾഡിൻ്റെ വള നിറയെ ഇടണം കേട്ടോ, അതൊരു ഭംഗിയാണ്. അങ്ങനെ അവൾ പറഞ്ഞിട്ട് ആ ഒരു ക്രേസിന് ഏതോ കാലത്ത് പോയി വാങ്ങിയെന്നല്ലാതെ ഞാൻ ഇടാറില്ലായിരുന്നു. ഷോട്ടിനായതുകൊണ്ട് എനിക്ക് ഒരു കൈമലേക്ക് മാത്രമല്ല വള, മറ്റേത് പൊട്ടിച്ചാളല്ലോ എന്ന് വിചാരിച്ചു. 2 കൈമേൽ കൂടി വള ഇടിയൂരി തന്നെ എനിക്ക് ഭയങ്കര ടൈറ്റാട്ടോ. எப்படி இருக்கு? മഴയല്ല പണി തന്നത്. ഫസ്റ്റ് ലൊക്കേഷൻ കണ്ട സ്ഥലമാണ് പണി കണ്ടത്. PWD അടച്ചിട്ടിട്ടുണ്ട് മഴ ആയതുകൊണ്ട്. അപ്പൊ ഫസ്റ്റ് ലൊക്കേഷൻ ചേഞ്ച്. മറ്റേ ഈ പാട്ടിടേണ്ട സമയമാണ്. ഏതാ പാട്ടൊരു ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളാരാ കൂടെ അഭിനയിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായില്ലല്ലേ? ജസ്റ്റ് ആൻഡ് വെയിറ്റ്. ജസ്റ്റ് ആൻഡ് വെയിറ്റ്. ഇന്ന് വെയിറ്റ് ചെയ്യും കുറച്ച് സമയം എന്നാട്ടോ. ഇംഗ്ലീഷ് അറിയില്ല, സ്കൂളിൽ പോകത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പം എന്നിട്ട് ഇന്ന് കുറച്ചൊരു ഐഷാഡോ എടുത്തിട്ടുണ്ട്. പറയുന്നില്ല ഞാൻ. പിന്നെ ഞങ്ങൾ കാരണവന്മാരായിട്ട് ഭംഗിയുണ്ട്, കോലമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മേക്കപ്പിൻ്റെ ഒരാവശ്യമില്ല. ഞങ്ങൾക്കൊക്കെ നാച്ചുറൽ ലുക്കാണ്. അരണ ഏതായാലും കറുത്ത ഷർട്ടല്ല. എനിക്ക് പേരായിട്ട് അഭിനയിക്കുന്ന ആൾ കറുത്ത ഷർട്ടാണ്. ഞാൻ പറഞ്ഞു കറുത്തതാണ് ഞാൻ ഇടുന്നത്.
അങ്ങനെ അല്ല, മഞ്ഞല്ലേ. പാവം മനുഷ്യൻ എൻ്റെ കൂടെ വീഡിയോ ചെയ്ത് എയറിൽ കയറാൻ പോകുന്നു. എന്തല്ലേ. ഹായ് പറ. ഹായ്, നമസ്കാരം. ഞാൻ ആരുടെ കൂടെയാണ് അഭിനയിക്കുന്നതെന്ന് ഇതുവരെ ആരോടും പറഞ്ഞില്ല. സർപ്രൈസ് ആയിട്ട് വെച്ചതാ. ആളെന്ന് കാണിച്ചെടുക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ നാട്ടുകാരാണ്, പക്ഷെ ആദ്യമായിട്ട് അപ്പം കണ്ടുപിടിക്കുന്നത്. അങ്ങനല്ല, കേറുക എയറിൽ കേറുക, പൊളിച്ചെടുക്കല്ല. അങ്ങനെ ഷൂട്ട് ഒരു വിധം ഭഗതി എത്തി. ചായ കുടിക്കാൻ വന്നതാണ്. അങ്ങനെ കാണിച്ച വേറെ ഒന്നുമല്ല, വേറെ കുറച്ച് ആൾക്കാരെല്ലാം കൂടി. മാല എങ്ങനെയുണ്ട്? വെള്ളത്തിലും ചളിയിലും ഒക്കെ ആയി. നമുക്ക് ചായ ആണോ? 2 ചായ. അരുണ്ണോ ചൂടുള്ള വെള്ളം തന്നെ. എന്ത് ഇതിനെക്കാട്ടും വലുത് കണ്ടവനാണ് KK ജോസഫ്. കേട്ടോ അമ്മായിയെ. ഏടുന്നോ 4-5 ഡ്രസ് വാടകയ്ക്ക് എടുത്തിട്ട് അതിൻ്റെതാണെന്നും പറഞ്ഞിട്ട് ഒരു മടിയുമില്ല. അതെ, ഒരു കൊച്ച് എനിക്ക് ഇവനൊക്കെ ഇന്നലെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ഥിരം വീഡിയോ ഫോളോവർ ആണെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചൊരു ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അന്നപ്പോൾ അത് കയറി കണ്ടിട്ട് പറയാം. അങ്ങനെ ഒരു ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സോങ് എടുത്ത് കഴിഞ്ഞു. ഇനി 2ാമത്തെ സോങ് എടുക്കാൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പം കോസ്റ്റ്യൂം മാറി അടുത്ത ലൊക്കേഷൻ ഞങ്ങൾ കൂടെ പിടിച്ചെടുക്കേണ്ടി വരും. ദാസേട്ട ഇതുവരെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടിപൊളി സെറ്റപ്പിലെടുത്തു. അപ്പോൾ ദാസേട്ടനും സെയിം കളർ കോസ്റ്റ്യൂമാണ്. ഞങ്ങൾ രണ്ടാളും ഒപ്പിച്ചെടുത്തതാണ്. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. പാവം വെച്ച് ഇനിയിപ്പോ ഓട്ടോ ചേട്ടൻ ഒരു സുഖം ഉണ്ടാവില്ല. ഡെയിലി പണിക്ക് പോകാൻ ഡ്രസ്സ് വാങ്ങാം. ഇനിയിപ്പോ നാളെ ഇവിടെ തൂർന്ന വീടിട്ട് അതും എടുത്തിട്ടുണ്ടാവും. എന്നാത്തിനാ കൊച്ചേ ഇങ്ങനെ കേൾപ്പിക്കുന്നത്? ഏതായാലും ഞാനിനി ആ കൊച്ചിനെ ഫോളോ ചെയ്യാനോ വീഡിയോ കാണാനോ നിൽക്കില്ല. കാരണം എനിക്ക് മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോന്നായിട്ട് വരുന്നുണ്ട്, ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആണ്. ഇനിയിപ്പോ റീൽസ് ഒക്കെ എടുക്കും. ആരെപ്പോ പിടിക്കുക? ഷെണായില്ലേ? ഷെണായി മറ്റേ ഒന്നുമില്ല, ഗുമ്മുള്ള പേരായില്ലേ അവക്ക്? ഏതൊരു ശശി ഷെണായി എന്നായിരിക്കും മേ ബി, എനിക്കറിയില്ല. പുറേ പോയിട്ടൊന്ന് കുളിക്കണം ഗൈസ്. അവിടെ വയലിലൊക്കെ കിടന്നും മലന്നും കുരുന്നും അപ്പൊ അങ്ങനെയാണ് എന്റെ നെൽക്കേസ്. എന്ത് പറ്റി രമണി? കിടന്നുപോയി. പൊറാട്ട കഴിച്ചിട്ട് ക്ഷീണത്തില്ലേ? ഫുൾ കഴിച്ചോ? അപ്പൊ അങ്ങനെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിച്ച് ശീലമല്ലോ. അപ്പൊ അങ്ങനെയാണ്. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോട്ടോ. ആരാ? എനിക്കറിയില്ല അവന്റെ പൊന്ന് സാറേ. ചോറ് തരുമോ ചോദിച്ചു ഇപ്പൊ കേറിയിരുന്നതാ. ഇത്തിരി ചോറ് തരുമോ ചോദിച്ചിട്ട്. അപ്പോ അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ 4 പേര് അങ്ങോട്ട് പോയപ്പോ 1 പേര് അധികം ഇങ്ങോട്ട് പോന്നു. ആ ആളി ഇല്ലവനല്ലേ. അങ്ങനെ പിന്നെ അരെണ്ണം കിട്ടി. കൊറേ റീലെടുത്തു, ഫോട്ടോസ് എടുത്തു. നേരത്തെ നമുക്കൊരു അബദ്ധം പറ്റിയടോ. പച്ച വളയൊക്കെ ഇട്ട് ചോപ്പ് കമ്മലായിപ്പോയി. ആ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ കൊറേ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു. കുറേ റീലും കാര്യങ്ങളൊക്കെ എടുത്തു. ദാസേട്ടൻ അതിന് മുമ്പ് പോയി. അപ്പൊ അങ്ങനെയാണ്. മഴയത്തൊരു റീൽ എടുക്കണമെന്ന് വിചാരിച്ച് പക്കം ഒരു മണിക്കൂർ ഞങ്ങൾ വണ്ടി കുതിരിക്കും. ആ സമയത്ത് എവിടെ മഴ പെയ്താലും അത് അങ്ങാടി ആയാലും ഞങ്ങൾ റീൽ എടുക്കും, ഉറപ്പുള്ള കാര്യം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇനി ഇമിറ്റേറ്റ് ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്?
ഗായ്സ് മെന്നിന്റെ പുതിയ ഷഡ്ഡി ഗായ്സ്. അമ്മച്ചിയാ അമ്മച്ചിയാ ഞാൻ ഷഡ്ഡി കാണിച്ചിക്കാം. അമ്മച്ചി ഷഡ്ഡി കാണിക്കോ? അടിപൊളി. ഒന്നുകൂടി പറ. ഇത് മെന്നിന്റെ ഷഡ്ഡിയാ. 230-240 അപ്പൊ ഞാനത് കാണിച്ച് അമ്മച്ചിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അമ്മച്ചിന്റെ ഷഡ്ഡിന്റെ കാണിച്ച്. എല്ലാ ചലഞ്ച് ഏറ്റെടുക്കുന്നല്ല അമ്മച്ചി കാണിക്കും. ഓട്ടയുള്ളത് കാണിക്കരുതേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ പുതിയ ചലഞ്ച് അമ്മായിക്ക് കൊടുത്തോണ്ട് ഈ വീഡിയോ ഇവിടെ പറയുകയാണ്. ബൈ ബൈ. അതും ബൈജേട്ടനല്ല, സ്വന്തം ഷഡ്ജം. അയ്യോ എന്തൊരു കഷ്ടാണേ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. മണ്ണിലൂടെയും ചളിക്കൂടിയും റോട്ടുമ്മക്കൂടിയും. ഞാൻ ചെരുപ്പിടാറുണ്ടായിരുന്നു, കാരണം ദാസേട്ടന് ഞാനും ഒരേ ഹൈറ്റാണ്. അപ്പം ഞാൻ ഹീൽസ് ഇട്ടാൽ ഞാൻ ദാസേട്ടനെക്കാട്ടിലും ഹൈറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് എനിക്ക് ചെരുപ്പിടാൻ പറ്റിയിട്ടില്ല. അപ്പം അതിലൂടെയൊക്കെ നടന്നും വയലിൻ്റെ ഒക്കത്ത് കടന്നും ഒക്കെ വളരെയധികം എനിക്ക് അവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടുന്ന് തന്നെ കുളിച്ച് കയറാമെന്ന് പറഞ്ഞു. അത്രമേൽ എനിക്ക് എത്തോ പോലെ. അപ്പം അങ്ങനെയാണ് വീഡിയോസിൻ്റെ നമ്മൾ റീൽസിൻ്റെ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അത് നമ്മുടെ റീൽസ് റിലീസായതിനു ശേഷം ഓരോന്നായിട്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പങ്കുവെക്കാം. അല്ലാതെ ഒന്നും ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ വീട്ടിലെത്തി നിന്ന് കുളിച്ച് ഫ്രഷായിട്ടൊന്ന് അടിപൊളിയായിട്ട് ഉറങ്ങണം. രാവിലെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിക്കുന്ന പോലെയൊക്കെ സമ്മതിക്കണം കേട്ടോ. നമ്മളൊക്കെ ഒരു 30 സെക്കൻഡ് റീലല്ലേ എന്ന് ചോദിക്കുന്നവരോട് ആ 30 സെക്കൻഡിന് എത്ര മേൽ പണിയുണ്ടെന്നറിയോ? കഷ്ടപ്പെട്ടു പോകും ഗൈസ്. എല്ലാവരുടെയും ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. ആരെണ്ണം പോയിട്ട് തിരിച്ചെന്തോ മറന്നു പോയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം അവൻ്റെ അച്ഛനെയും അമ്മനെയൊന്ന് കാണാൻ പോകണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ പണി. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് കിടന്നുറങ്ങട്ടെ കേട്ടോ. ടാറ്റാ.